ഏത് ഇറച്ചിക്കറിയുടെ കൂടെയും വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബട്ടർ റൈസാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അടിഭാഗം കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഏത് കമ്പനിയുടെ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അതിലേക്കിടാം. അത് വളരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പച്ചമുളക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചമുളക് കയ്യിലില്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് 2 കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യമായി സിന്നമൺ പൗഡർ, പിന്നെ 2 കാടമം, 2 ഏലക്കായ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിന്നമൺ പൗഡർ കയ്യിലില്ലെങ്കിൽ മുഴുവനോടെയുള്ള പട്ടയായാലും ചേർത്ത് കൊടുത്താൽ മതി. പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യമായി നമ്മൾ ബട്ടർ വഴറ്റുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ സിന്നമൺ പൗഡറും ഏലക്കായയും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അരിയെല്ലാം തട്ടി നേരെ ലെവലാക്കണം. അതിനുശേഷം വെള്ളം അരിക്ക് തൊട്ടു മുകളിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം നിൽക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലല്ല, പശുവിൻ്റെ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലർ ഇങ്ങനെ പാല് ചേർത്ത് കൊടുക്കാറുണ്ട്. അതേ രീതി തന്നെയാണ് ബട്ടർ റൈസിലും ഉള്ളത്. ഒന്നിളക്കിയ ശേഷം വേവാനായി നോക്കി നിൽക്കാം. അടച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നിരുന്ന് തന്നെ ഇത് വെന്തോളും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഒരരി ഒന്നിനോടൊന്ന് ഒട്ടാതെയാണ് ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുണ്ട് ഈ ബട്ടർ റൈസ്. അടിപൊളിയല്ലേ? ആവശ്യമാണെങ്കിൽ മാത്രം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കലർത്തിയ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഒരു നിറത്തിനായിട്ട് മാത്രം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അവസാനമായി കുറച്ച് ഫ്രൈഡ് ഓനിയൻ കൂടി ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിയ ഫ്രൈഡ് ഓനിയനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ ചെറുതായി സ്ലൈസ് ചെയ്ത സവാള വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ നമ്മുടെ ബട്ടർ റൈസ് തയ്യാറായി.